നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റണില്ലേ. കണ്ടു വിയർത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ചൂടാണ്. ഫാനൊക്കെ ഇട്ടിട്ട് നമുക്ക് വിചാരിക്കണത് ഈ ഫാനൊക്കെ ഓടുണ്ടോ, അത് കാറ്റ് എന്താ വരാത്ത, ഫാന് കേടാണോ എന്നുള്ള ഒരു ചിന്തയാണ്. അങ്ങനെ വിയർത്തൊഴുകുകയാണ്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ചൂടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഭോപ്പാലത്തെ ചൂടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരെ മാറ്റിത്തരും. അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാൻ ഇത് സഹായിക്കും. മുഖക്കുരു വന്ന പാടുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു. ഒരിടയ്ക്ക് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് മുഖക്കുരു വരികയായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരുവിധം കുറഞ്ഞുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഒന്ന് സ്ഥിരമായി തേച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരണത്. അതുപോലെ തന്നെ അത് തേക്കുമ്പോൾ എൻ്റെ പിഗ്മെൻറ്റേഷനും ഇവിടുത്തെ നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. നെറ്റിയുടെ 2 സൈഡും വായുടെ ഇങ്ങനെ 4 പറുത് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുവിധമൊക്കെ കുറഞ്ഞുണ്ട്. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ ആണെച്ചാലും പൂർണ്ണമായും മാറിയില്ലെങ്കിലും നമുക്ക് ഒരു വിധമൊക്കെ ഒന്ന് കുറഞ്ഞുണ്ട്. പിന്നെ പിഗ്മെൻറ്റേഷൻ മാറിയെങ്കിലും എനിക്ക് ഇവിടുത്തെ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇവിടെ നല്ലപോലെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കരിമംഗല്യം അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ. ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മിയായി എന്നാണ് പറയണത്. ഇവിടത്തെയൊക്കെ മാറിയിട്ടും ഇവിടെ മാറാതാവുമ്പോൾ ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ട് ചോദിച്ചു. അപ്പോൾ ഇവിടത്തേക്ക് മാറി ഞാൻ ഹോം റെമഡികൾ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മാറാത്തത് എന്താണെന്ന് വെച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇത് മെലാസ്മയാണ്, അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. പിഗ്മെൻറ്റേഷനും ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള ആ ഒരു തന്നെയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് മാറാത്തതും ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനേക്കാളും ഇതായിട്ടുള്ളതാണ് മെലാസ്മ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. നിങ്ങൾ ഒരുപാട് കാലം നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് വരും. ഹോം റെമഡി മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേറെ ട്യൂബോ കാര്യങ്ങളോ ഒന്നും ഞാൻ മേടിച്ചില്ല. ഹോം റെമഡി വഴി എനിക്ക് പിഗ്മെൻറ്റേഷൻ മാറ്റാൻ പറ്റുമെങ്കിൽ ഇതും എനിക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്നാലും പൂർണ്ണമായി മാറിയിട്ടില്ല. ആ ഒരു കളർ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കറുപ്പ് കളർ ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് കളറാണ് ഇവിടെ. പക്ഷേ ലൈറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് മാറാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എങ്ങനെ മാറി എന്നുള്ളതൊക്കെ. പിഗ്മെൻറ്റേഷൻ മാറാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് പാക്കുകൾ തന്നെയാണ്. ആ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഈ സാധനം മാറില്ല. 1 വർഷം 2 വർഷമൊക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറുള്ളൂ. നല്ല ക്ഷമ വേണം. നമ്മൾ ഈ ഡോക്ടറെ കണ്ട് ട്യൂബ് വാങ്ങി തേക്കുമ്പോൾ അത് പെട്ടെന്ന് 1 മാസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ മാറും. അത് കഴിഞ്ഞ് നിങ്ങൾ ആ ട്യൂബ് തേക്കൽ നിർത്തിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും പിഗ്മെൻറ്റേഷൻ വരും. പക്ഷേ ഈ നമ്മൾ ഹോം റെമഡികൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും മാറില്ല, വർഷങ്ങളെടുക്കും. പക്ഷേ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ വരില്ല. പിന്നെ നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് ടാൻ അടിക്കലും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെയും വരും. മെയിനായിട്ട് നമ്മുടെ മുഖത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ സൺസ്ക്രീൻ തേക്കുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ആ ഒരു വെയിലിൽ നിന്നുള്ളൊരു സംരക്ഷണമാണ് നമുക്ക് മുഖത്തിന് കൊടുക്കുന്നത്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒത്തിരി നമുക്കൊരു കളർ വന്ന പോലെയും ഗ്ലോ പോലെയും ഒക്കെ തോന്നും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ നമുക്ക് ആദ്യം ഇവിടെയൊക്കെ ചിലവരുടെ ഇങ്ങനെ കാണും, നമുക്ക് ഓരോ ഡോട്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമുക്കൊരു സൂചന തരണതാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ എന്താ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾ ഓരോന്നും എടുത്ത് തേച്ച് നിങ്ങളുടെ സ്കിന്നിന് ചേരണതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ തേച്ച് നിങ്ങളുടെ മുഖത്തെ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കൂടുതലാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടെൻഷനാണ്. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വന്നു, പിഗ്മെൻറ്റേഷൻ കൂടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാനിപ്പോൾ ഒരു ഇരുനിറമുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇവിടെ തന്നെ ഒരു ഫോട്ടോ കൊടുക്കുക. എൻ്റെ മുഖം പിഗ്മെൻറ്റേഷൻ അടിച്ച് കറുന്നനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു പഴയ ഒരു കളർ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറേ അങ്ങോട്ട് വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും ഞാനിപ്പോൾ എൻ്റെ മുഖത്തെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് മാറ്റാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കണം. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഇതിന് മുന്നോടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപാന. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ഇൻഗ്രീഡിയൻസ്. നമുക്ക് ആദ്യം ആവശ്യം ഒരു ഉരുളക്കിഴങ്ങാണ്. പൊട്ടറ്റോ നമുക്ക് ഇത്ര പോകുന്നത് മതി. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലുള്ള ഒരു ഇതുകൊണ്ടാണ് ഗ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ ഞാനിതൊന്ന് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ജ്യൂസ് പിഴിഞ്ഞ്
എടുത്തിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അല്ലെച്ചാൽ അരച്ചിട്ട് ഇപ്പോൾ ഗ്രേറ്റർ ഇല്ല എന്നുള്ളവർക്കാണെന്ന് വെച്ചാൽ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കണ പോലെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ കുറയ്ക്കാനും നമ്മളെ ഒരുപാട് സഹായിക്കണ ഒരു സാധനമാണ് നമ്മുടെ ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് ആണിച്ചാലും അരച്ചിട്ടാണിച്ചാലും എങ്ങനെ വേണിച്ചാലും നമുക്ക് ചെയ്യാം ഇത്. അപ്പോൾ ഇപ്പോൾ നല്ല നല്ല തെളിഞ്ഞ ജ്യൂസായിട്ടല്ലേ ഇരിക്കണത്, പക്ഷേ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും കറക്കും. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്, എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ പൊട്ടറ്റോയുടെ ചണ്ടിയാണിത്. ഇത് നിങ്ങൾക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ സ്ക്രബായി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ മുഖത്തെ അഴുക്കൊക്കെ പെട്ടെന്ന് മാറിപ്പോവാനും അതുപോലെ തന്നെ മുഖത്തിന് പെട്ടെന്നൊരു തിളക്കം കൊണ്ടുവരാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സ്ക്രബൊന്നും കാണിച്ചു തരുന്നില്ല. നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് ഉണ്ടല്ലോ, പൊട്ടറ്റോയുടെ ജ്യൂസിലേക്ക് ഞാൻ വീഡിയോ ഓൺ ചെയ്തു എന്നാണ് വിചാരിച്ചത്. നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടല്ലോ, ടർമറിക്, അത് നമ്മൾ ഇതിലേക്ക് 1/4 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇതിനൊരു 1/4 സ്പൂണാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് ഇതിൽ, പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ 1/4 സ്പൂൺ പൊടി. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ റോസാപ്പൂ ഉണക്കി പൊടിച്ചതാണ്. ഞാൻ ഇവിടെ തന്നെ റോസാപ്പൂ ഉണക്കിയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു തിളക്കം കൊണ്ടുവരാൻ, നല്ലപോലെ പെട്ടെന്ന് നമുക്ക് വെളുത്തതായിട്ട് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും നമ്മുടെ ഇത് തേക്കുമ്പോൾ. അതുമാതിരി തന്നെ നമുക്ക് ഇത് എപ്പോഴും തേക്കുകയാണെന്ന് വെച്ചാൽ മുഖത്ത് എന്നും തിളക്കത്തോടെ നിലനിർത്താനും വെളുക്കാനും സഹായിക്കും. ഇത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 സ്പൂണാണ് വെച്ചാൽ ഇത് നമുക്ക് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യം ഇത് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ച് പീൽ പൗഡറും അതുപോലെ നമുക്ക് ഒരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഓറഞ്ച് പീൽ പൗഡറിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് സഹായിക്കണ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച ഓറഞ്ച് പീൽ പൗഡർ സഹായിക്കും. പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ മുഖക്കുരു വന്ന പാടുകളൊക്കെ മുഖത്തുണ്ടാവും. പെട്ടെന്ന് നമുക്ക് വെയിലത്ത് പോയി വെയിലേറ്റ് നല്ല കരുവാളിപ്പം മുഖത്തുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഓറഞ്ച് പീൽ പൗഡർ. അപ്പോൾ ഇത് 4 കൂടി ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പാടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാനും മുഖത്തിന് നല്ല ഒരു തിളക്കം കൊണ്ടുവരാനും ഇത് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ദിവസം പറ്റണവർക്ക് ദിവസവും തേക്കാം, നിങ്ങളുടെ മുഖത്തെ പ്രോബ്ലം മാറണ വരെ. അതിന് ശേഷം നിങ്ങൾക്ക് ആഴ്ചയിൽ 2 വട്ടമാക്കാം. അല്ല നിങ്ങൾക്ക് ദിവസം തേക്കാൻ പറ്റില്ല, നിങ്ങളുടെ മുഖത്ത് ഒരുപാട് പിഗ്മെൻറ്റേഷനും ടാനൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസം പറ്റാത്തവരാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 വട്ടമെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കുക. വിടാതെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുക. ഒരു ദിവസം തേച്ചിട്ട് പിന്നെ പിറ്റത്തെ ആഴ്ച തേച്ചു പറഞ്ഞാൽ നമുക്ക് ആ കിട്ടിയ റിസൾട്ട് പോയി എന്ന് പറയാറില്ല, അത് പോവാറുണ്ട്. കാരണം നിങ്ങളുടെ മുഖത്തേക്ക് ആ ഫസ്റ്റ് യൂസിൽ കിട്ടിയ റിസൾട്ട് അങ്ങനെ തന്നെ നിൽക്കാൻ ഇതൊരു മാജിക്കൊന്നും അല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മളിത് പറ്റാവുന്നിടത്തോളം ദിവസം തേക്കാൻ പറ്റാത്തവർ 1.5 ഇടം ഒരു ദിവസം ഇടവിട്ടിട്ട് നിങ്ങളിത് തേക്കണം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. നമ്മുടെ പൊട്ടറ്റോ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പൊട്ടറ്റോ അങ്ങനെ എടുത്ത് ഇതിൻ്റെ മിക്സ് ചെയ്തിട്ട് പാക്ക് പോലെ ഇടാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പൊട്ടറ്റോയുടെ ജ്യൂസ് ഇതുപോലെ എടുക്കുക, പഞ്ഞി മുക്കുക, നല്ല കോട്ടൺ കിട്ടില്ലേ, മുക്കുക, നമുക്ക് കണ്ണിലിങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളിന് നല്ല കുറവ് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മുഖത്തുണ്ടാവുന്ന കരിമങ്കല്യം മാറ്റാൻ, അല്ലെ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, ഇതൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന വേറൊരു സാധനമാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത്. അത് നല്ല വിറ്റാമിൻ സി അടങ്ങിയതാണ്. പലരും പറയും വെയിലത്തിടുമ്പോഴൊക്കെ അതിൻ്റെ ഇത് പോകുന്നു. സത്യം പറഞ്ഞാൽ വെയിലത്തിട്ടിട്ടല്ല ഞാൻ ഉണക്കിയത്. വെയിലത്തിട്ട് ഉണക്കിയ സമയം ഉണ്ടായിരുന്നു. അത് അപ്പോഴും എനിക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെയിലത്തിട്ട് ഉണക്കാതിരിക്കണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത്രയും വെയിലിന് ചൂടാണ്. അതുകൊണ്ട് തന്നെ മോളിക്കൊക്കെ കയറി പോകാൻ ഭയങ്കര മടിയാവുമ്പോൾ ഞാനിവിടെ തണുപ്പത്ത് തന്നെ ഇടുമ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും, അത്രയും ചൂടാണ്. അപ്പോൾ അങ്ങനെ ഉണക്കിയതാണ്. പിന്നെ ചിലവർക്ക് ഈ ഇത് നീറലുണ്ട് എന്ന് പറയുന്നുണ്ട്. തന്നെ തേക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു എരിച്ചിൽ പോലെ തോന്നണത്. ഇനിയിപ്പോൾ അഥവാ അല്ലാതെ പാക്കുകളായിട്ട് മറ്റുള്ള സാധനങ്ങളിലെ കൂടെ ഇടുകയാണെന്ന് വെച്ചാൽ നല്ല വീര്യം കൂടിയ ഓറഞ്ചിൻ്റെ തൊലി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങനെ നീറലായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് കസ്തൂരി മഞ്ഞൾ തേക്കുമ്പോഴാണ് ഒരു നീറൽ പോലെ തോന്നാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിൽ കസ്തൂരി മഞ്ഞൾ ഇടുണ്ടാവും. അതുകൊണ്ടാണ് ആരൊക്കെ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് തേക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടോയെന്ന്. നിങ്ങൾക്ക് ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുഖത്തിന് ചേരും കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തേച്ചാൽ മതി. അപ്പോൾ ഇത് തേക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ നല്ല കുറവ് കിട്ടും കേട്ടോ. നല്ല മാറ്റമാണ് എനിക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി എനിക്ക്
ഈ എന്താ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിച്ചൊരു സാധനമാണ് ഓറഞ്ചിൻ്റെ തൊലി കേട്ടോ. അപ്പോൾ ഇത് ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് മുഖക്കുരു വന്ന പാടുകൾ മാറുന്നുണ്ട്, അതുപോലെ തന്നെ മുഖത്തിന് നല്ല കളറ് തോന്നുന്നുണ്ട്, പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമ്മുടെ മെലാസ്മയൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ കുറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു 20 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് സമയം കളയുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്തത്തെ ആ ഒരു പിഗ്മെൻറ്റേഷന് നല്ല കുറവ് കിട്ടും. ചെയ്ത് നോക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് സ്കിന്നിൽ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കുക. നിങ്ങളൊരു 10 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അതിലെന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് മുഖത്തിനൊരു ഗ്ലോയോ, പിഗ്മെൻറ്റേഷൻ മാറില്ല, പക്ഷേ ആ ഒരു എന്തോ ഒരു പ്രത്യേകതകളായി നമുക്ക് മനസ്സിലാവുള്ളൂ സ്കിന്നിൽ. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. അല്ല ഒരു റിസൾട്ടും ഇല്ല, പഴയ പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വിടാം കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണം. എന്ത് തേച്ചിട്ട് റിസൾട്ട് കിട്ടില്ല എന്ന് പറയണവരുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം തേക്കുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടിയത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെ ഒരു മസാജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഉണക്കി പൊടിച്ചതില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പച്ച അണച്ചാലും നിങ്ങൾക്ക് അരച്ചിട്ട് ഇതിൽ ചേർത്താം കേട്ടോ. അരച്ചാൽ പിന്നെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുന്നതിന് പകരം റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് കിട്ടും. നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ആ സ്റ്റാർച്ചൊക്കെ അടിയിൽ പോയി അടിയും, തെളി ഇങ്ങനെ മുകളിൽ നിൽക്കും. അത് ഈ കറുപ്പ് കളറൊക്കെ ആയി ഉണ്ടാവും. അപ്പോൾ ആ തെളി ഉണ്ടല്ലോ അതങ്ങോട്ട് ഊറ്റിക്കളയുക. അതിന് ശേഷം നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ഈ പൊടികൾ, നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച പൊടി ചേർക്കുക, എന്നിട്ട് റോസ് വാട്ടർ ചേർത്താൽ മതി. പിന്നെ മഞ്ഞളും ചേർക്കുക. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് മഞ്ഞളും സ്കിപ്പ് ചെയ്യുക. മഞ്ഞൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസൂരി മഞ്ഞളോ പച്ച മഞ്ഞളോ ഏത് മഞ്ഞളോ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മസാജ് കൊടുത്തു, സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാജ് കൊടുക്കുക. അല്ലാണ്ട് അങ്ങോട്ട് അമർത്തി പോകുമ്പോൾ നമ്മുടെ മുഖം അങ്ങോട്ട് പൊളിച്ചെടുക്കും, അതിലുള്ള മസാജ് ആവശ്യമില്ല. ചെറുതായിട്ടൊരു മസാജ് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു മസാജ് കൊടുത്തു. അതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് പാക്ക് അങ്ങോട്ട് കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്തിരി പിഗ്മെൻറ്റേഷൻ ഉണ്ട്, മുഖക്കുരു ഉണ്ട് എന്നുള്ള ആ ഭാഗത്തൊക്കെ ഇത്തിരി കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കൊണ്ട് പറഞ്ഞാൽ നമ്മൾ 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് അങ്ങോട്ട് വയ്ക്കും. ഇതൊക്കെ അങ്ങോട്ട് നമ്മുടെ സ്കിൻ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് കൂടുതലിട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഇത് വേറെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ അതാ മുഖത്ത് അത് മുഴുവനും ഇട്ട് കൊടുത്തു. ഒരിടയ്ക്ക് എൻ്റെ നെറ്റിയുടെ 2 സൈഡിലും ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പാക്കുകൾ ഇട്ടിട്ടുണ്ട്. അത് ഏതാന്ന് ചോദിച്ചു പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ എന്ത് തേക്കുമ്പോഴും ഒരേ പാക്ക് ഉപയോഗിക്കാതെ മാറി മാറി തേക്കുന്നത് നല്ലതാണെന്ന്. അതിലാണ് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയേക്കുന്നത്. കാരണം ഞാൻ ഒരേ പാക്ക് നമ്മൾ ചെറുപ്പം തൊട്ടിട്ടേ ഇങ്ങനെ കുറേ മഞ്ഞൾ തേക്കും, കുറേ കസ്തൂരി മഞ്ഞളുടെ ഇത് തേക്കും, അല്ലെങ്കിൽ രക്തചന്ദനം തേക്കണവരുണ്ട്. അതൊക്കെ തേക്കുമ്പോഴുള്ള ആ ഒരു ഇത് എനിക്ക് അത്ര അങ്ങനെയുള്ള റിസൾട്ട് നമ്മൾ എപ്പോഴും സ്ഥിരമായി തേക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. അതിന് ശേഷം ഇവിടെ വന്നിട്ടാണെന്ന് വെച്ചാലും പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞ് എനിക്ക് പുറത്ത് പോകാനൊക്കെ മടിയൊക്കെ ആയപ്പോൾ ഇതുപോലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊടിച്ചതൊക്കെ വാങ്ങിക്കൊണ്ടുവരിക, റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് എനിക്ക് അങ്ങനെ റിസൾട്ടൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല. മാറി മാറി പാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത്. എന്തുണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് മുഖത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കുക. അല്ല നിങ്ങൾക്ക് ഈ ഒരു പാക്കപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളൊരു 10 ദിവസം ഉപയോഗിച്ച് ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ചില ഓരോ സ്കിന്നിനും ഓരോ ഇതാണല്ലോ. എനിക്ക് വേറെ തേക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇത് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഒരു 8-10 ദിവസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മുഖത്ത് ഭയങ്കരമായിട്ട് പാടായി. അതുപോലെ തന്നെ ഇവിടുത്തെ മെലാസ്മയുടെ ആ ഒരു ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ സ്കിന്നിന് ഒരേ പാക്ക് പറ്റുന്നുണ്ട് വെച്ചാൽ മാച്ചാണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് അവരവരുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എനിക്ക് കിട്ടിയത് മാറി മാറി ഉപയോഗിക്കുമ്പോഴാണ് എന്നുള്ളത് ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുള്ളതാണ്. പിഗ്മെൻറ്റേഷൻ കുറയണതാണ് വെച്ചാൽ മുഖം വെളുത്തു എന്നുള്ളത് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പല ക്രീം പാക്കുകൾ മാറി മാറി ഉപയോഗിച്ചപ്പോഴാണ് കേട്ടോ. ചില പാക്കുകളുണ്ട് ഞാൻ 10 ദിവസം 20 ദിവസം അടുപ്പിച്ച് തേക്കും. അത് എന്തിനാണെന്ന് വെച്ച് പറഞ്ഞാൽ ഇത് തേക്കുമ്പോൾ ഇത്ര ദിവസം തേക്കുമ്പോൾ എത്ര റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോഴല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇത്ര ദിവസം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴല്ല അതിലൊരു സുഖമുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും 10 ദിവസം നിങ്ങൾക്ക് തേക്കുമ്പോഴേക്കും അതിൻ്റേതായ ഒരു മാറ്റം കാണും. സ്കിന്നിൻ്റെ ആ ഒരു വ്യത്യാസം കൂടി ഉണ്ടാവും കേട്ടോ. അതും ഞാൻ പറയുകയാണ്.
എനിക്ക് ഇത് നല്ല ഇതായിട്ട് വർക്കായിട്ട് തോന്നിയെന്നല്ല, ആ ഒരു മുഖക്കുരു വന്ന പാടുകളൊക്കെ നല്ലോണം കുറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിതൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കഴുകുമ്പോൾ ഇതിൻ്റെ ഗ്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖത്തത്തെ ഉണങ്ങി. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം അങ്ങോട്ട് ഭയങ്കരമായിട്ട് വെളുത്ത് തുടുക്കുന്നല്ല, നമുക്ക് പെട്ടെന്ന് ആ ഒരു നമ്മുടെ മുഖത്തുള്ള ആ ടാൻ ഉണ്ടല്ലോ അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ തുണി ഇടാനോ എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ വെയിൽ കൊള്ളും. അതിൻ്റേതായ ആ ഒരു ടാനിങ് എൻ്റെ മുഖത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറി. അപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഇത് ഐസാണ്. ഞാൻ ഐസ് ഒരു കഷ്ണം എടുത്തിട്ട് വന്നതാണ്. അത് നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല പോലൊരു, നിങ്ങൾക്ക് ഐസ് വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഐസിൻ്റെ വെള്ളം അണച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറ്, ഒരു തുണി വെച്ച് കൂട്ടി പിടിച്ച് മുഖത്ത് എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു മസാജ് നല്ലപോലെ കൊടുക്കുക. മുഖം നല്ലപോലെ തണുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിളിനൊക്കെ ഒരു ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ ചെയ്യണതോടുകൂടി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ കൂടും. അതുപോലെ തന്നെ ഓപ്പൺ പോൾസ് ഉണ്ട് വെച്ചാൽ അതൊക്കെ ഒന്ന് ടൈറ്റ് ആക്കാനൊക്കെ നല്ലപോലെ സഹായിക്കും. സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൂടി നമുക്ക് ഇത് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ പറ്റുക വെച്ചാൽ രാവിലെ ചെയ്യുക, രാത്രി പറ്റുക വെച്ചാൽ രാത്രി ചെയ്യുക, TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റണമെന്ന് വെച്ചാൽ അപ്പം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക വെച്ചാൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഐസ് കഷ്ണം എടുത്തിട്ട് നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. ഐസ് വെള്ളത്തിൽ മുഖം മുക്കുക പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരിത് ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അധികവും ഞാൻ ചെയ്യണ കാര്യം ഈ ഐസ് എടുത്ത് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. മുഖം കൊണ്ട് തുടുന്നനായി വരാൻ തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറേ ആയിട്ട് ഇതിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ ആയിട്ട് പറഞ്ഞാൽ ഒരു മാസമൊക്കെ ആയി ഉണ്ടാവും. ഡെയിലി നമുക്കിത് ചെയ്യുമ്പോൾ നല്ല കുറവ് കിട്ടുന്നുണ്ട്. പറഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സുഖം നമുക്ക്. എന്തായാലും ഇത് നല്ലതാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമായതിന് ശേഷമാണ് ഞാനിത് ഡെയിലി ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് നല്ല തണുപ്പാണ്, ചൂടുകാലം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു. നല്ല തണുപ്പായി കേട്ടോ മുഖമൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടു റെഡ് കളറായി, നല്ല അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പാക്ക് ഇടുന്നതിൻ്റെ ഒപ്പം ഇതും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെയും കൂടി ആ ഒരു ഇത് നമുക്ക് കിട്ടും. കണ്ടു നല്ല റെഡ് കളറായി ഇവിടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.